ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വെത്തള് അഥവാ ചൂട പീര വറ്റിച്ചത് ആണ് നമ്മൾ വെക്കുന്ന സ്പെഷ്യൽ. ഇപ്പോൾ ട്രോളിംഗ് നിരോധനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു മീൻ ഇപ്പോൾ പൊന്നാനി ഏരിയയിലൊക്കെ കിട്ടുന്നത് ഈ ചൂട, അതായത് മെത്തള് എന്ന് പറയുന്ന സാധനമാണ്. അത് നമ്മൾ നല്ലപോലെ വെട്ടി കഴുകി 1 കിലോ വാങ്ങിയിട്ടുണ്ട്. ആ 1 കിലോ വാങ്ങിയതിനെ ഞാൻ നന്നായി വെട്ടി ഉപ്പിട്ട് കല്ലുപ്പ് ഇട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി അതിനെ നമ്മൾ പീര വറ്റിക്കാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനത് മുഴുവൻ കഴുകിയെടുത്ത് അതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സവാള, ഉള്ളി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി നല്ല കുഞ്ഞു കുഞ്ഞു പൊടിയായിട്ട് അരിയണം കേട്ടോ. പിന്നെ അതിനകത്തോട്ട് ഇടാൻ വേണ്ടി തേങ്ങ ചിരകിയത് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് നമ്മൾ ഇടുമ്പോൾ കുടംപുളി ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അങ്ങനെ നമുക്ക് പീര വെക്കാൻ തുടങ്ങാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. അങ്ങനെ ഞാൻ കഴുകിയ പീര വേണ്ടി റെഡിയാക്കി വെച്ചേക്കുന്ന മീനുമാണിത്. എന്നിട്ട് ചട്ടി എടുത്തിട്ട് നമ്മൾ ശരിക്കും മൺചട്ടിയിലാണ് വെക്കാൻ നല്ലത്. ആ മൺചട്ടിയിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കുനുകുനാന്ന് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി, പൊടിയായിട്ട് അരിഞ്ഞേക്കുന്ന ഇഞ്ചി, സവാള, കറിവേപ്പില, അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ അതിനകത്ത് ഇട്ടുക. എല്ലാം ഇതിനകത്തോട്ട് ഇട്ടതിന് ശേഷം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ടേസ്റ്റാണ്. പിറ്റേ ദിവസം കൂടി ഇരുന്ന് കഴിഞ്ഞാലും നല്ല അതിനകത്ത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അങ്ങനെ അതിനകത്തോട്ട് നമ്മൾ തേങ്ങാപ്പീരയും കൂടെ വാരിയിട്ടിട്ട് നമുക്ക് പിന്നെ അതിനകത്ത് വേണ്ട മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എപ്പോഴും ഉപയോഗിക്കാറ്, കാരണം എരിവ് കുറവുമാണ്, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ കാശ്മീരിയുടെ ചില്ലി പൗഡറും, പിന്നെ അതിനകത്ത് സ്വല്പം ഉലുവാപ്പൊടി നല്ലൊരു ടേസ്റ്റാണ് നമുക്കതിന് കിട്ടുന്നത്. ഉലുവ എപ്പോഴും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടാവും, അതും. പിന്നെ നമ്മുടെ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പാകത്തിന് ഉപ്പ് അതിനകത്ത് ചേർക്കണം. ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നല്ല വൃത്തിക്ക് അത് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന വെത്തള് അതിനകത്ത് പറക്കി, അതായത് ഞാൻ ചൂടാന്ന് പറയുക, ഇതിനെ അങ്ങോട്ട് പരത്തി വെച്ചുകൊണ്ട് ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ച്, അതിൽ അധികം വെള്ളം വേണ്ട, ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് അതിനെ നല്ലപോലെ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം അധികം നല്ല ഇതിലല്ലാതെ സിമ്മിലിട്ട് അങ്ങോട്ട് വേവിക്കാൻ വെക്കണം. അതങ്ങോട്ട് വെന്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ള മെത്തൽ തോരനായി. ഇത് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.